Hello everyone, hope you all are doing good and great. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ലുലു മാളിലേക്കാണ് പോയത്. അപ്പോൾ ബ്രദറിൻ്റെ പോയത്. അപ്പോൾ പോണ വഴിയിൽ നല്ല ക്ലൗഡും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. പോണ ടൈമിൽ ഒരു ഗ്ലൂമി എഫക്റ്റ് ആയിരുന്നു. എനിക്കാണെങ്കിൽ എസ്കലേറ്റർ നല്ല പേടിയാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ബ്രദറിൻ്റെ ഒപ്പം പോയി. പിന്നെ നേരെ പോയത് പർപ്പിളിക്കാണ്. അവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ നോക്കി നടന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. ഡെർമാക്കോ, ഡെർംഡോക്ക്, സെറ്റഫിൽ, പിന്നെ കുറേ കൊറിയൻ ബ്രാൻഡ്സ് അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. ആൻഡ് സെറ്റഫിലിൻ്റെ കുറേ കളക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. മിനിമലിസ്റ്റിൻ്റെ ആയിക്കോട്ടെ, പിന്നെ ഈ ഒരു കൊറിയൻ ബ്രാൻഡില്ലേ റൈസ് സെറമൈഡ് എന്നുള്ളത്, അതൊരു നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ അതൊക്കെ കുറേ നോക്കിയിരുന്നു. അങ്ങനെ അവിടെ നിന്നൊരു ഫേസ് മാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നോക്കി. അവിടെ പിന്നെ ബെല്ല വിറ്റ അതിൻ്റെ പെർഫ്യൂമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. പിന്നെ അവിടെ കുറേ കൊറിയൻ ബ്രാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം. പിന്നെ അവിടെ ടെഡീസും കാര്യങ്ങളൊക്കെ നോക്കി നടന്നു. പിന്നെ ഒരു ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ ക്രാഫ്റ്റ് സപ്ലൈസിൻ്റെ അടുത്തേക്കാണ് പോയത്. അവിടെ പോയപ്പോൾ കുറേ സ്റ്റേഷനറീസും കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നടന്നു. പിന്നെ ഡയറക്റ്റ് പോയത് സ്റ്റുഡിയോക്കാണ്. ലുലുവിൽ തന്നെ ഇപ്പോൾ സ്റ്റുഡിയോ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് പോയിട്ട് ക്യൂട്ടായിട്ടുള്ള പൈജാമ സെറ്റും അതൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ കുറച്ച് സാധനം വാങ്ങി. അപ്പോൾ ഹോൾ വീഡിയോ ഞാൻ അതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ഹോളാണ്. ഹോൾ മീൻസ് ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പർപ്പിൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് പ്ലം, അവിടെ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹോളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കയറിപ്പോയത് പർപ്പിൾക്കായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയിട്ട് നമ്മൾ ഒരു ഫേസ് മാസ്ക് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഏതാ ഫേസ് മാസ്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് മാസ്ക് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് വന്നിട്ട് സാഫ്രോൺ ആൻഡ് ഗോഡ്സ് മിൽക്ക് ഫേഷ്യൽ മാസ്ക് ആണ്. ഇത് മാത്രം അവിടെ നിന്ന് മേടിച്ചുള്ളൂ, വേറെ അവിടെ നിന്നും നോക്കിയില്ല. പിന്നെ അവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. പിന്നെ പോയത് നമ്മൾ പ്ലമ്മിക്കായിരുന്നു. പ്ലമ്മിക്ക് പോയപ്പോൾ ഞാനൊന്നും വാങ്ങിച്ചില്ല. ഞാൻ വാങ്ങിച്ചത് എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലമ്മിൻ്റെ ഒരു ടോണറാണിത്. പ്ലമ്മിൻ്റെ ടോണർ എല്ലാവർക്കും അറിയാലോ. ഈ ഒരു ടോണറാണ് ഞാൻ മേടിച്ചത്. മീൻസ് ഞാൻ സ്മിട്ട് എന്നുള്ള ഒരു ആപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ടോണർ. ഇത്ര കുഞ്ഞ സൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ടോണർ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. മീൻസ് ആ ഒരു ടോണർ 8 പ്രൊഡക്ട്സിനാണല്ലോ എനിക്ക് 200 സംതിങ്ങിന് കിട്ടിയത്. അപ്പോൾ അന്ന് യൂസ് ചെയ്തിട്ട് ഇഷ്ടമായി എന്ന് വെച്ചാൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഇഷ്ടമായപ്പോൾ വീണ്ടും ഒരു വലുത്ത് മേടിച്ചു. നല്ലൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ അതാണ് പ്ലമ്മിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ പ്ലമ്മിന്ന് അത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒരു ഫ്രീ ആയിട്ടൊരു സൺസ്ക്രീൻ എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്ലമ്മിൻ്റെ തന്നെ ഒരു SPF PA4+ ഉള്ളൊരു സൺസ്ക്രീൻ കിട്ടി. ആൻഡ് നമ്മൾ നെക്സ്റ്റ് പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. എനിക്ക് വലിയൊരു ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ന്യൂട്രിയോജന എന്ന് പറഞ്ഞിട്ടൊരു ഡീപ്പ് ക്ലീൻ ഫേഷ്യൽ ക്ലെൻസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞു ബോട്ടിലിന് 150 ആ ഒരു റേഞ്ചിൽ കിട്ടിയതാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് വണ്ണാണ്. സ്ട്രീക്സിൻ്റെ ഒരു ഷൈൻ ഹെയർ സിറോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സിറോ ആയിരുന്നു വാങ്ങിച്ചു. പിന്നെ 2 ബബിൾ കപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചത് സുഡിയോ എന്നാണ്. സുഡിയോയിൽ കുറേ പൈജാമ സെറ്റ് മീൻസ് നൈറ്റ് വെയർസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നല്ല രസമുണ്ട്, നല്ല ഓഫറിലും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്ത് പണി പെട്ടെന്ന് തുടയ്ക്കാനും ഞാൻ എല്ലാത്തിനും വെറ്റ് വൈപ്സ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതൊരു 2 വാങ്ങിച്ചു. ഇതിന് 29 സംതിങ് ആയിരുന്നു. ഇതിന് 70 ആ ഒരു റേഞ്ചായിരുന്നു. പക്ഷെ നല്ല യൂസ്ഫുള്ളാണ്. എപ്പോഴും ഞാൻ സ്റ്റുഡിയോ പോകുമ്പോൾ വേറെ എന്ത് മേടിച്ചില്ലെങ്കിൽ ഇത് ഞാൻ മേടിക്കാറുണ്ട്. ആൻഡ് നമ്മൾ മേടിച്ചത് ഈ ഒരു ക്ലോത്തിൻ്റെ മൾട്ടി കളർ എന്നുള്ളൊരിതിൻ്റെ
ബണ്ണാണ്, റിബൺ ബൺ അങ്ങനെയൊക്കെ പറയുന്ന ഇതാണ്. മീൻസ് ഇതിന് ജസ്റ്റ് ഒരു 79 രൂപയായിരുന്നു. 7 കിട്ടി. ഇവിടെ എപ്പോഴും ബണ്ണ് മേടിച്ചു എന്ന് പറഞ്ഞാൽ 2 ദിവസം ഉണ്ടാവും, പിന്നെ അത് കാണാണ്ടാവും. അപ്പോൾ ഒന്ന് മേടിച്ചു, ഉമ്മ പറഞ്ഞിട്ടൊന്ന് മേടിച്ചതാണ്. പിന്നെ നമ്മൾ മേടിച്ചത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഷെയ്ഡ്, നോർമൽ അത്ര ടിൻ്റൊന്നുമില്ല, ഒരു പിങ്ക് കളർ ടിൻ്റ് വരുന്ന 3 മേടിച്ചു. ഒന്ന് ഞാൻ അവിടെ വിട്ടു. ഒന്ന് ഇതും പിന്നെ ഒന്ന് റെഡാണ്. റെഡ് മീൻസ് ആ ഒരു ടച്ച് വരുന്നത് ഭയങ്കര ഇഷ്ടമായി. ടിന്നിയാണ്, അത്ര റേറ്റും ഇല്ല, അതിന് റേറ്റ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ വാങ്ങിയതൊരു സ്പ്രേ ആണ്, ഡേ ഡ്രീം എന്ന് പറഞ്ഞിട്ടൊരു വുമണിൻ്റെ ഒരു സ്പ്രേ ആണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. നല്ലൊരു സ്പ്രേ ആണ്. നല്ല സ്പ്രേ ആണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിന് 99 സംതിങ് ആണ്. ഇതിലുള്ള എല്ലാ പ്രോഡക്റ്റ്സും എനിക്ക് ഓഫറിൽ കിട്ടിയിട്ട് ഞാൻ മേടിച്ചാണ്. എല്ലാം അഫോർഡബിളും ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റുഡിയോ ഹോൾ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.